ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഇതാ ഒരു വാട്ടർ ഈറ്റിൻ്റെ നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മെയിൻ കോഴ്സായിട്ട് നമുക്ക് ദോശ ചട്നി വിത്ത് കട്ടൻ ചായ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ പ്ലേറ്റ്, അതാണ് കേട്ടോ. ഇത് നല്ല വലുപ്പമുള്ളതുകൊണ്ട് നമുക്കതിൽ ഗ്ലാസ് വരെ ഇറക്കി വെക്കാം. ദെൻ നമുക്ക് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ വാട്ടർമെലൻ കട്ട് ചെയ്തിട്ട് കഴിക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പണിയൊക്കെ സോൾവ് ചെയ്തിങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ദം ഇവിടെ പൊട്ടിച്ചിരിക്കണം. നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗൈസ്. അപ്പോൾ റെമി അവിടെ റൂമിൽ ഓളെ കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവിടെ പോയിരുന്ന് കട്ടമ്മൽ കുത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഏതാ നമുക്ക് ഒന്ന് അക്ഷയയിലും ബാങ്കിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ചായ കുടിക്കുകയാണ് ഞാൻ, ഇമ്മ, ആൻറ്റി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഒന്ന് വൈബൊക്കെ ആക്കി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കുഞ്ഞിപ്പത്തൽ അവിടെ ചില്ല് കണ്ടപ്പം അത് കഴിക്കാൻ ഒരു പൂതി. അങ്ങനെ ഞങ്ങൾ അത് ഒരു 2 പ്ലേറ്റ് വാങ്ങി. ചെറിയ പ്ലേറ്റാണ്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ എനിക്ക് അവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു കുടിക്കാൻ. പിന്നെ ഓവർ വെള്ളമൊന്നും ചേർക്കാത്ത നല്ലൊരു ചായ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു ചട്ടിപ്പത്തിരി വാങ്ങിയിട്ട് ഷെയർ ഇട്ട് കഴിച്ചു. അതും നല്ല രസമുണ്ടായിരുന്നു, പാകമധുരമൊക്കെ ആയിട്ട്. ഞാൻ പിന്നെ ഇതിലൊക്കെ വെറൈറ്റി ആയിട്ട് ഒരു റുമാലി റോളായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒറ്റൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അപ്പം തന്നെ വേഗം എനിക്കത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഫില്ലിംഗ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ആൻറ്റിൻ്റെ വീട്ടിൽ കാണാൻ പോണത്. ആൻറ്റിനെ അവിടെ ഇറക്കും. അതുകൊണ്ട് കുറച്ച് കടികൾ എത്താത്തക്കും മക്കൾക്കും വേണ്ടി വാങ്ങിയിട്ടാണ് പോയിണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ഇമ്മയും ഞാനും തുടങ്ങി ഈ ജ്യൂസിന് എടുക്കാൻ വേണ്ടിയിട്ട് കച്ചറോട് ഓളാണെങ്കിൽ ഞാൻ ഇത്രയും ദിവസം പോയി ഓളെ കളിപ്പിച്ചിട്ടുണ്ടാക്കിയിട്ട് ഇപ്പോഴാണ് ഓളെ കൂടുതൽ കളിക്കുമ്പോൾ ചിരിക്കുന്നത്. എന്നാൽ പോലും ഓളും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഫുള്ള് കണ്ണുപോലെ തുറക്കാണ്ടാണ് ഈ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നത്. പിന്നെ ഞാനൊക്കെ എൻ്റെ തൊട്ടൊക്കെ ഊരി അതിന് റോളൊക്കെ ചെയ്ത് കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയിണ്ടായിരുന്ന ഫോട്ടോ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. ഇന്നത്തെ ഒരു ദിവസം ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പോയതിനു ശേഷം പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ആ റോൾ തന്നെ ഭയങ്കര ധാരാളമായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ എത്ര ഉള്ളൂ.